കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഉഷ കൃഷ്ണമൂർത്തി. ക്യാരറ്റ് ജ്യൂസാണ് ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് റെഡിയാക്കുന്നത്. ഇപ്പോൾ 6 മണി. ജ്യൂസ് റെഡിയാക്കാനുള്ള ക്യാരറ്റ് ചീകിക്കൊണ്ടിരിക്കുകയാണ്. തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്, ജീരകട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ ഏലക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏലക്കായ ഉണ്ട്, ഇത് തൊലി മാറ്റിയിട്ടെടുക്കണം. തേങ്ങ മിക്സിയിൽ കുറച്ച് അടിച്ചു. ഇനി ബാക്കി കൂടെ തേങ്ങ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ക്യാരറ്റും ചേർത്ത് അടിച്ച് നമുക്ക് ശർക്കരപ്പാനി വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. അല്ല പഞ്ചസാര ആണ് താല്പര്യമെങ്കിൽ പഞ്ചസാര ചേർത്തും. രണ്ടായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തുടങ്ങാം. ക്യാരറ്റ് ജ്യൂസ് റെഡിയായി. കുറച്ച് ഏലക്ക പൊടിച്ചതുണ്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഐസ് ക്യൂബ് ഇട്ട് വയ്ക്കാം. കുറച്ച് തണുപ്പ് കിട്ടും ഒരു 6:30 ആകുമ്പോഴേക്കും. ഇനി ബാക്കി പരിപാടി നോക്കാം. പഞ്ചസാരയാണ് ഇട്ട്, ശർക്കരയല്ല. പഞ്ചസാര ലയിപ്പിച്ചിട്ടുണ്ട് അതിൽ. അപ്പം ജ്യൂസ് റെഡിയായി. ഇനി അടുത്ത പരിപാടി നോക്കാം. അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് കൊഴുക്കട്ട ഉണ്ടാക്കണം. കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ജീരകം, ഏലക്കായ പൊടിച്ചത്, ശർക്കര, തേങ്ങ, ഇത്രയും കൂട്ടാണ്. ഇത്രയും മതി. ഇപ്പോൾ ഈ കൂട്ടെല്ലാം കൂടെ മിക്സ് ചെയ്ത് വയ്ക്കാം. നമുക്ക് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് പാത്രത്തിൽ ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ച് അരിപ്പൊടി ഇടാം. ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. എന്നിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കാം. വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇത്തിരി ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ തിളച്ച വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. നെയ്യ് ഒഴിച്ചാൽ കയ്യിൽ ഒട്ടാതെ നല്ല ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും കഴിക്കുമ്പോൾ. അതിനാണ് നെയ്യ് ഒഴിച്ചിരിക്കുന്നത്. നെയ്യ് ഒഴിച്ചതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് തിളച്ച വെള്ളം ഒഴിക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരല്പം ചൂട് മാറിയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. മതിയാവും. അങ്ങനെ നമ്മുടെ മാവ് കുഴച്ച് ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. കൂട്ടെല്ലാം മിക്സ് ചെയ്ത് വെച്ച് നല്ല മധുരമൊക്കെ ഉള്ള കൂട്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. കൂട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ഒരു 3 എണ്ണം പരത്തി വെച്ചിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുഴക്കട്ടയിലെല്ലാം നിറച്ച് ഒരു ട്രിപ്പ് വെച്ചിട്ടുണ്ട്. അടുത്ത ട്രിപ്പിലേക്ക് ഇനി 2 എണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് കവർ ചെയ്യണം. കവർ ചെയ്ത് ഇഡ്ഡലി തട്ടിലോട്ട് വെക്കണം. ഇങ്ങനെ ഒന്ന് കയ്യിൽ വെച്ച് ഒന്ന് ഷേപ്പാക്കിയിട്ട് തട്ടിലോട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നോമ്പ് തുറയ്ക്കുള്ള കൊഴുക്കട്ടയും, മധുരമുള്ള കൊഴുക്കട്ട, പിന്നെ ക്യാരറ്റ് ജ്യൂസും തയ്യാറാണ്. ഐസിട്ട് വെച്ചത്. ഐസെല്ലാം അലിഞ്ഞ് പോയിട്ടുണ്ട്, തണുത്തിരിക്കുകയാണ്. നല്ല മധുരമുള്ള കൊഴുക്കട്ടയും നല്ല മധുരമുള്ള ക്യാരറ്റ് ജ്യൂസും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളോടൊപ്പം എന്നെയും കൂട്ടുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.